നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനായിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്ന ചില മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അല്ലെങ്കിൽ ആറ്റിങ്ങൽ, അതുപോലെ തൃശ്ശൂർ. 6 A ക്ലാസ് മണ്ഡലമുണ്ട്. പക്ഷേ ഇപ്പോൾ അക്കൗണ്ട് തുറക്കുന്ന ആദ്യ മണ്ഡലം പത്തനംതിട്ടയാകുമെന്ന് ഒരു രഹസ്യ റിപ്പോർട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ഏജൻസികളെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ടിൽ പത്തനംതിട്ടയിലാണ് വിജയസാധ്യത കാണുന്നത്. ഇതോടെ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി. പത്തനംതിട്ടയിൽ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പ്രചരണത്തിനായി എത്തിച്ചേരും. BJPയുടെ പ്രകടന പത്രിക സമിതിയിൽ ഇടം നൽകിയതോടെ പാർട്ടിയിൽ അനിൽ ആൻ്റണിയുടെ സ്ഥാനം സംബന്ധിച്ച് വ്യക്തമായ സൂചനയും നൽകുകയാണ് BJP. സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള ഏക അംഗമാണ് അനിൽ. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവെന്ന നിലയിൽ അനിലിന് പത്തനംതിട്ടയിൽ സ്വാധീനമുണ്ടാകാൻ കഴിഞ്ഞുവെന്നാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നേതൃത്വം കരുതുന്നു. AK ആൻ്റണിയുടെ മകനെന്ന പരിഗണന മധ്യ തിരുവിതാംകൂറിൽ ലഭിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന PC ജോർജ് ഒപ്പം നിന്നാൽ അത്ഭുതമുണ്ടാകുമെന്നാണ് BJP നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അതിവേഗം കൊണ്ടുവന്നത്. വീണയ്ക്കെതിരായ പരാതിക്കാരൻ ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ്. ഇതോടെ അനിൽ ആൻ്റണിക്ക് എല്ലാവിധ പിന്തുണയും PC ജോർജിൽ നിന്നും കിട്ടുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അനിൽ ആൻ്റണിയെ ജയിപ്പിച്ചാൽ ജോർജിന് വലിയ പദവികൾ തന്നെ BJP നൽകും. പത്തനംതിട്ട മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതിനൊപ്പമാണ്. എന്നാൽ ഇത്തവണ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് BJP കണക്ക് കൂട്ടുന്നു. മണ്ഡലത്തിൽ BJPക്ക് സ്വാധീനം കൂടി വരികയാണ്. ആറന്മുളയിലും അടൂരും കോന്നിയിലും തദ്ദേശ ഭരണത്തിൽ അടക്കം BJPക്ക് സ്വാധീനമുണ്ട്. ഇതിനോടൊപ്പം കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും കൂടി അനുകൂലമാക്കിയാൽ അനിൽ ആൻ്റണിക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. 3 PC ജോർജിന് നിർണായക സ്വാധീനമുണ്ടെന്നവർ കരുതുന്നു. അതുകൊണ്ടാണ് ജോർജിനെ പരമാവധി ചേർത്ത് നിർത്താൻ BJP ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്ന ജോർജിനെ നയതന്ത്രത്തിലൂടെ അടുപ്പിച്ച് നിർത്താൻ അനിൽ ആൻ്റണിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ പത്തനംതിട്ടയിൽ വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അവരും ഭരണവിരുദ്ധ വികാരത്തിലാണ് പ്രതീക്ഷ വച്ചിരിക്കുന്നത്. മണ്ഡലത്തിൻ്റെ മനസ്സ് പൊതുവെ UDF അനുകൂലമായതിനാൽ ആൻ്റണിയുടെ വിജയത്തിന് തടസ്സമായി ഒന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. മുതിർന്ന നേതാവായ തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കിയത് മണ്ഡലം പിടിച്ചെടുക്കാനാണെന്ന് CPM വ്യക്തമാക്കുന്നു. 3 തവണ MP ആയ ആൻ്റണിക്കെതിരെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയെന്നും ഐസക്കിനെ പോലൊരു നേതാവിനെ വോട്ടർമാർക്ക് തടയാനാവില്ലെന്നും ഇടതുമുന്നണി കരുതുന്നു.